താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ. അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും. പൂരം ഉത്രം നക്ഷത്രജാതർക്ക് 2026 മെയ് ജൂൺ മാസഫലങ്ങൾ. ചില വിഷമതകൾ പ്രതീക്ഷിക്കണം. വരുമാനം വർദ്ധിക്കും. വിവാഹത്തിനും യോഗം. പൂരം ഉത്രം നക്ഷത്രജാതർക്ക് കൊല്ലവർഷം 1201 മലയാള മാസങ്ങളായ മേടം അവസാന പകുതി, എടവം പൂർണ്ണം, മിഥുനം ആദ്യ പകുതി ചേർന്ന 2026 മെയ് ജൂൺ മാസഫലങ്ങൾ. മേടമാസത്തിൽ എല്ലാ കാര്യത്തിലും അനുരഞ്ജന മനോഭാവം പുലർത്തുക വഴി എല്ലാവരുടെയും പ്രീതി നേടിയെടുക്കാൻ സാധിക്കും. പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി സമയവും പണവും ചിലവഴിക്കും. വിദേശത്തുള്ളവർ സ്വദേശത്തേക്ക് മടങ്ങാനുള്ള മാനസികാവസ്ഥയിലേക്ക് മാറും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരമുണ്ടാകും. ജോലിയിൽ നിന്ന് താത്കാലികമായി മാറി നിൽക്കും. അനാവശ്യമായ ഇടപെടലുകൾ ഒരു കാര്യത്തിലും നടത്താതിരിക്കുക. സമയം അനുകൂലമല്ല. ഇടവമാസത്തിൽ മുൻപ് അറിഞ്ഞും അറിയാതെയും ചെയ്ത തെറ്റുകളുടെ തിക്തഫലം അനുഭവിക്കേണ്ടതായ സന്ദർഭമുണ്ടാകും. മനസ്സ് ഏകാഗ്രമാകുകയില്ല. ദുർജനങ്ങൾ വിഷമതകൾ സൃഷ്ടിക്കും. വീട് വിട്ട് താമസിക്കേണ്ടതായും വരാം. വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസപ്പെടും. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ഒപ്പമുണ്ടാകും. മിഥുനമാസത്തിൽ വ്യാപാരത്തിൽ പ്രതീക്ഷിച്ച നേട്ടമുണ്ടാവുകയില്ല. പണം ലഭിക്കാനുള്ളതെല്ലാം കാലതാമസം നേരിടും. ആശങ്കപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകേണ്ടതായി വരും. കളവോ വഞ്ചനയോ മൂലം പണം നഷ്ടപ്പെടാം. കണക്കുകളിൽ കാണിക്കുന്ന കൃത്രിമം കണ്ടുപിടിക്കപ്പെടും. വയറുമായി ബന്ധപ്പെട്ട രോഗപീഠകൾ വന്നുചേരും. ധന്വന്തരി മൂർത്തിക്ക് പാനകം കഴിപ്പിക്കുന്നത് ഉത്തമം. ഉത്രം നക്ഷത്രജാതർക്ക് മേടമാസത്തിൽ വലിയ പണമിടപാടുകൾ നടത്താൻ അവസരമുള്ള സമയമാണ്. വീട് നിർമ്മിക്കാനും പണി പൂർത്തീകരിച്ചത് സ്വന്തമാക്കാനും സാധിക്കും. വീട്ടിൽ ആഗ്രഹിച്ച രീതിയിലുള്ള മംഗളകർമ്മങ്ങൾ നടക്കും. കൃഷിയിലൂടെയും വാടകയിലൂടെയും വരുമാനം വർദ്ധിക്കും. കലാകാരന്മാർക്ക് നല്ല വേദികളും പ്രശസ്തിയും സമ്മാനങ്ങളും ലഭിക്കും. വാഹനാപകടങ്ങളിൽ നിന്ന് ദൈവാധീനത്താൽ രക്ഷപ്പെടും. കൂടുതൽ കരുതലോടെ മുന്നേറുക. എടവമാസത്തിൽ എല്ലാ കാര്യങ്ങളിലും അത്യാഗ്രഹം പ്രകടിപ്പിക്കും. സ്വന്തം സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമെന്ന ഭയം പിടികൂടും. സൈന്യം, പോലീസ് മേഖലകളിൽ ഉള്ളവർക്ക് ഉന്നത സ്ഥാനങ്ങളിലേക്ക് മാറ്റം ലഭിക്കും. പങ്കാളിത്ത കച്ചവടം കനത്ത നഷ്ടത്തിൽ കലാശിക്കും. മാനഹാനിക്കും യോഗമുള്ള സമയം കൂടിയാണ്. മിഥുനമാസത്തിൽ പല മേഖലകളിൽ നിന്നായി സാമ്പത്തിക വളർച്ച കൂടുമെങ്കിലും ചിലവുകൾ നിയന്ത്രിക്കാൻ കഴിയാത്തത് നിരാശപ്പെടുത്തും. എഴുത്തുകാർക്ക് സ്വന്തം രചനകൾ പ്രസിദ്ധപ്പെടുത്താൻ സാധിക്കും. സഹോദരങ്ങളെ മനസ്സറിഞ്ഞ് സഹായിക്കും. യുവതയുടെ ജോലിക്കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുന്നത് വലിയ ആശ്വാസമായി തീരും. ദൈവാധീനമുള്ള സമയമാണ് മുന്നിലുള്ളത്. ഭക്തിയാണ് ശക്തി. താംബൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ? അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത്. ബെൽ ബട്ടൺ അമർത്തു. എല്ലാം ആദ്യം അറിയാം. ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ.